ഹായ്, എല്ലാവർക്കും സുഖാണോ? നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ജോഗ്രഫിയുടെ തന്നെ രണ്ടാമത്തെ ഭാഗമാണ് ഇത്. നമ്മുടെ വിശാല സമതല ഭൂവിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ബേസ് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്ങനെയാണ് ആ സമതലം രൂപം കൊണ്ടേന്നുള്ളതും അതിന്റെ വിസ്തൃതി അല്ലെങ്കിൽ അതിന്റെ നീളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്കറിയാം ഹിമാലയ പർവ്വതം രൂപം കൊണ്ട സമയത്ത് അവിടെ അതിന്റെ അടിഭാഗത്തായിട്ട് കുറച്ച് ഗർത്തമുണ്ടായി. ആ ഗർത്തത്തിലേക്ക് ഹിമാലയ നദികളുടെയും ഉപദ്വീപീയ നദിയുടെയും നിക്ഷേപണ ഫലമായിട്ട് എക്കൽ അടിഞ്ഞുകൂടിയിട്ടാണ് സമതലം രൂപം കൊണ്ടേന്ന് നമ്മൾ പറഞ്ഞു. മൊത്തത്തിൽ നമ്മൾ അതിന്റെ ലെങ്ത് എടുക്കുമ്പോൾ 3200 കിലോമീറ്റർ പറഞ്ഞെങ്കിൽ അതിൽ ഇന്ത്യയിൽ നമുക്ക് 2400 കിലോമീറ്ററും 150 മുതൽ 300 വീതിയിലാണ്, കിലോമീറ്റർ വീതിയുമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണെന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിക്ഷേപണം എങ്ങനെ ഉണ്ടായി എന്നുള്ളതെല്ലാം നമുക്ക് അറിയാം. ഭൂരൂപീകരണ സഹായികളെന്നും അതുപോലെ ഭൂരൂപീകരണം എന്നുള്ള പ്രോസസ്സും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തു. തീർച്ചയായിട്ടും ആ ക്ലാസ് കണ്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത്, ശരിക്കും നമ്മൾ ഈ ഒരു ഭൂപ്രകൃതിയെ നമുക്ക് ഒറ്റ ഇതായിട്ട് സമതലം എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഒരു ഭൂരൂപമായിട്ട് കൺസിഡർ ചെയ്യാമെന്നുണ്ടെങ്കിൽ പോലും അവിടെ ആ നദികളുടെ ഒഴുക്കിന്റെ ദിശ അല്ലെങ്കിൽ അവിടെയുള്ള നദിയുടെ വ്യവസ്ഥ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഭൂപ്രകൃതി ഇതിന്റെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ സമതലത്തിനെ 4ആയിട്ട് തിരിക്കുന്നുണ്ട്. അതിലേതൊക്കെയാണ്? ഒന്ന്, രാജസ്ഥാൻ സമതലം. രാജസ്ഥാൻ സമതലം. രണ്ടാമത്തെയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ പഞ്ചാബ് ഹരിയാന സമതലം. പഞ്ചാബ് ഹരിയാന സമതലം. അപ്പോൾ 1 രാജസ്ഥാൻ സമതലം, 2 പഞ്ചാബ് ഹരിയാന സമതലം, 3 ഗംഗ സമതലം. ഗംഗ സമതലം. അപ്പൊ നാലാമത്തെ ഏതാണ്? ബ്രഹ്മപുത്ര സമതലം. ബ്രഹ്മപുത്ര സമതലം. അപ്പോ നമ്മൾ മെയിൻ ആയിട്ട് ഈ സമതലത്തിനെ വീണ്ടും തിരിക്കുകയാണ്. രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം. ഒറ്റ ടോപ്പോഗ്രഫിയാണ് അല്ലെങ്കിൽ ഒറ്റ ഭൂപ്രകൃതിയാണ്, എന്നാൽ പോലും അതിലുള്ള നദികളുടെ ഒഴുക്കും അതിന്റെ ദിശയും ഒക്കെ അടിസ്ഥാനമാക്കിയ ഭൂപ്രകൃതിയിലുള്ള വ്യത്യാസമൊക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ 4ആയിട്ട് തിരിക്കുന്നു. 1 രാജസ്ഥാൻ സമതലം, 2 പഞ്ചാബ് ഹരിയാന, 3 ഗംഗാ സമതലം, 4 ബ്രഹ്മപുത്ര സമതലം. അതിൽ നമ്മൾ ഗംഗാ സമതലം മാത്രം ഇവിടെ ഉപരിഗംഗ, മധ്യഗംഗ, കീഴ്ഗംഗ എന്നിങ്ങനെ തിരിക്കുന്നുണ്ട് കേട്ടോ. അത് അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഉപരിഗംഗ, മധ്യഗംഗ, കീഴ്ഗംഗ. നമുക്ക് ആ നദിയുടെ ഒഴുക്കിൽ തന്നെ അറിയാലോ. ഉപരിഗംഗ, ഗംഗ ഉത്ഭവിക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് ഉപരിഗംഗ പറയാം. നദിയുടെ ഒഴുക്കിന്റെ ആ ഒരു മധ്യഗത്തിൽ മധ്യഗംഗ, പിന്നെ വന്നിട്ട് കീഴ്ഗംഗ. ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ ഇതിൽ ഒന്നാമതായിട്ട് രാജസ്ഥാൻ സമതലാണ്. ശരിക്കും നമ്മൾ ഈ രാജസ്ഥാൻ മേഖല വന്നിട്ട് ഇപ്പൊ നമ്മുടെ മണലാരണ്യം അല്ലെങ്കിൽ മരുഭൂമി മേഖല എന്നുള്ള രീതിയിൽ തന്നെ എടുക്കുന്നത്. പക്ഷെ നമ്മുടെ പഴയ സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ രാജസ്ഥാൻ എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗം തന്നെയായിട്ടാണ് പറയുന്നത്? സമതലത്തിന്റെ ഭാഗം തന്നെയായിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെയും രാജസ്ഥാൻ സമതലം പറഞ്ഞോളൂ. എങ്ങനെയായിരിക്കും? താർ മരുഭൂമി തന്നെയാണ് അല്ലെ. അപ്പൊ താർ മരുഭൂമി ഉൾക്കൊള്ളുന്ന നമ്മുടെ സമതല ഭാഗം കൂടെ ആണ് ആരെന്ന് പറയുന്നത്? രാജസ്ഥാൻ സമതലം എന്ന് പറയുന്നത്. ഈ രാജസ്ഥാൻ സമതലത്തിന്റെ കൂടുതൽ പോർഷനും, അതായത് 3/4 പങ്ക് എന്ന് പറയുന്നതും ഏത് സംസ്ഥാനത്തായിരിക്കും? രാജസ്ഥാനിൽ തന്നെയാണ്. അതായത് 2 പോർഷനും രാജസ്ഥാനിൽ തന്നെയാണ്. ബാക്കി ഭാഗം വന്നിട്ട് കുറച്ച് ഗുജറാത്തിലും പിന്നെ പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലുമായിട്ടാണ് നമ്മുടെ രാജസ്ഥാൻ സമതലം നിൽക്കുന്നത്. അപ്പോൾ രാജസ്ഥാൻ സമതലം എന്ന് പറയുന്നത് നമ്മുടെ താർ മരുഭൂമി ഉൾക്കൊള്ളുന്ന മേഖല തന്നെയാണ്. ആ രാജസ്ഥാൻ സമതലത്തില് പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്നത് രാജസ്ഥാനിൽ തന്നെയാണ്. അതിന്റെ ബാക്കിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ഭാഗം നമ്മുടെ ഗുജറാത്തിലും പിന്നെ പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലായിട്ടും വ്യാപിച്ച് കിടക്കുന്നു. ശരിക്കും നമ്മൾ ഒരു 2 ലക്ഷം ഒക്കെ അതിന്റെ വിസ്തൃതി പറഞ്ഞിട്ട് അതിൽ 1.75 ഇന്ത്യയിലും ബാക്കി പാകിസ്ഥാനിലും നമ്മൾ അടുത്ത മരുഭൂമി പഠിക്കുമ്പോൾ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തുമാത്രമാണ്? നമ്മുടെ 2/3, അതായത് ഈ രാജസ്ഥാൻ സമതലത്തിന്റെ 2/3 നമ്മുടെ രാജസ്ഥാൻ സംസ്ഥാനത്തിലും ബാക്കി ഭാഗം പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടും കിടക്കുന്നു എന്നുള്ളത്. ഇനി നമ്മൾ ഇതിനെ തന്നെ അർദ്ധ മരുഭൂമി മേഖല എന്നും അതുപോലെ വരണ്ട
മരുഭൂമി മേഖല അഥവാ യഥാർത്ഥ മരുഭൂമി മേഖല എന്ന് നമ്മൾ തിരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നമ്മുടെ ഈ മണലാരണ്യം എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാം. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. എന്ത് മാത്രമേ പറയുന്നുള്ളൂ, താർ മരുഭൂമി ഉൾക്കൊള്ളുന്ന രാജസ്ഥാൻ സമുദ്രം എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സമുദ്രത്തിന്റെ ഏത് ഭാഗത്തായിട്ട് വരും? പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെ. ഉത്തരേന്ത്യൻ സമുദ്രം, അപ്പൊ അതിന്റെ വെസ്റ്റ്, ഇത് ഈസ്റ്റ്. അപ്പോൾ ഉത്തരേന്ത്യൻ സമുദ്രത്തിന്റെ ഏത് ഭാഗത്താണ്? പടിഞ്ഞാറ്, ഏറ്റവും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് രാജസ്ഥാൻ സമതലം വരുന്നത്. ഏറ്റവും അറ്റത്താണ് രാജസ്ഥാൻ സമതലം വരുന്നത്. അതുപോലെ അതിന്റെ മെയിൻ പോർഷൻ എന്ന് പറയുന്നത് രാജസ്ഥാൻ സംസ്ഥാനത്തിൽ തന്നെയാണ്. ബാക്കി ഭാഗം ഗുജറാത്തിലും പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലായിട്ടും കിടക്കുന്നു. നമ്മൾ ഇതിനെ രണ്ടായിട്ട് തിരിച്ചു. യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി ഭാഗർ എന്നും, യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും, അതുപോലെ അർദ്ധ മരുഭൂമി മേഖല അഥവാ രാജസ്ഥാൻ ഭാഗർ എന്നും നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ മരുസ്ഥലി അഥവാ യഥാർത്ഥ മരുഭൂമി മേഖല എന്നും തിരിക്കുന്നു. ഇനി അർദ്ധ മരുഭൂമി മേഖല അഥവാ രാജസ്ഥാൻ ഭാഗർ എന്നും നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അത് നമ്മൾ അടുത്ത ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്ററിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം. അപ്പോൾ അത് വിട്ടേക്കാം. ഇനി നമുക്ക് ഈ ആരവല്ലി പർവ്വതം നമുക്കറിയാം അല്ലെ. ഈ രാജസ്ഥാൻ മരുഭൂമി അല്ലെങ്കിൽ രാജസ്ഥാനിലെ മരുഭൂമി ഉണ്ടാവാനുള്ള പ്രധാന കാരണം തന്നെ ആരാണ്? ആരവല്ലിയാണ്. കാരണം നമുക്കറിയാം നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ അറബിക്കടൽ ശാഖ ഈ വഴി വരുമ്പോഴത്തേക്കും ആരവല്ലിക്ക് സമാന്തരമായിട്ടാണ് ആ കാറ്റ് കടന്നു പോകുന്നത്. അത് ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല, നമ്മുടെ രാജസ്ഥാൻ മേഖലയിലേക്ക് ഈ മൺസൂൺ കാറ്റിനെ കടത്തി വിടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ മഴ കുറയാനുള്ള കാരണവും മരുഭൂമി ഉണ്ടാവാനുള്ള കാരണമെന്നും പറയുന്നത്. അപ്പോൾ ആരവല്ലി പർവ്വതനിരയുടെ ഏത് ഭാഗത്തായിട്ട് വരും? പടിഞ്ഞാറ് ഭാഗത്തായിട്ടായിരിക്കും രാജസ്ഥാൻ വരുന്നത്. അപ്പൊ ആരവല്ലി റേഞ്ചസ് ഇതാണെങ്കിൽ ആരവല്ലിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മുടെ രാജസ്ഥാൻ സമതലം നിലകൊള്ളുന്നത്. ഇത്രയുമാണ് നമുക്ക് രാജസ്ഥാൻ സമുദ്രത്തിൽ പറയാനുള്ളത്. അതുപോലെ രാജസ്ഥാനിൽ നമുക്കറിയാലോ പ്രധാന നദി ഏതാണ്? അല്ലെങ്കിൽ നമ്മൾ ലവണ നദി എന്നൊക്കെ പറയുന്ന ഏതാണ്? ലൂണി റിവറാണ്, ലൂണി. അതുപോലെ നമ്മൾ സാമ്പർ തടാകം പറയുന്നുണ്ട്, സർഗോൾ, ദിദ്വാന. ഇതും കൂടെ നമ്മൾ പഠിച്ചു വെക്കാം. സാമ്പർ തടാകം നമുക്കറിയാം, സാമ്പാറിൽ നമുക്ക് ഉപ്പ് വേണം എന്നൊക്കെ വെച്ചിട്ട് ഉപ്പ് തടാകമാണെന്നുള്ളത് നമുക്ക് ഓർത്ത് വയ്ക്കാം. അതുപോലെ എസ്ആർടിയിൽ പറയുന്ന 2 തടാകങ്ങളും കൂടിയാണ്. ഏതൊക്കെയാണ്? ദിദ്വാന, സർഗോൾ. ദിദ്വാന, സർഗോൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. അപ്പോൾ രാജസ്ഥാനാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഒന്നുമേ പറഞ്ഞിട്ടില്ല, ശ്രദ്ധിച്ചിരിക്കുക. രാജസ്ഥാൻ സമതലം നമ്മൾ മൊത്തത്തിൽ സമുദ്രം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരും. അതിൽ ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടും കൂടെയാണ് രാജസ്ഥാൻ സമുദ്രം വരുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭാഗം 3/2 ഭാഗവും രാജസ്ഥാൻ സ്റ്റേറ്റിലാണെങ്കിൽ ബാക്കി ഗുജറാത്തിലും പഞ്ചാബ്, ഹരിയാന മേഖലയിലായിട്ടും കിടപ്പുണ്ട്. അത്രയും അറിഞ്ഞിരിക്കുക. ഇതിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും, അഥവാ വരണ്ട മരുഭൂമി മേഖല അഥവാ എന്താണ് രാജസ്ഥാൻ ഭാഗർ എന്നും. തിരിഞ്ഞുപോയി. നമ്മളെന്താ പറഞ്ഞ? യഥാർത്ഥ മരുഭൂമി മേഖലയാണ് നമ്മൾ മരുസ്ഥലി എന്ന് പറയുന്നത്. വരണ്ട മരുഭൂമി മേഖലയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ അർദ്ധ അതാണ് തിരിഞ്ഞുപോയത്, സോറി. അർദ്ധ മരുഭൂമി മേഖലയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ രാജസ്ഥാൻ ഭാഗർ എന്നും പറയുന്നത്. ഒന്നുകൂടെ പറയാം, തിരിഞ്ഞു പോയതായിട്ട് എനിക്ക് ഡൗട്ട് വന്നു. അപ്പോൾ രാജസ്ഥാൻ സമതലം നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി. യഥാർത്ഥ മരുഭൂമി മേഖല, മരുസ്ഥലി. ക്ലിയർ ആയിട്ട് കേൾക്കാം. യഥാർത്ഥ മരുഭൂമി മേഖലയാണ് മരുസ്ഥലി. ഇനി അർദ്ധ മരുഭൂമി മേഖലയുണ്ട്, അതിന് നമ്മൾ രാജസ്ഥാൻ ഭാഗർ എന്ന് പറയുന്നു. അർദ്ധ മരുഭൂമി മേഖലയാണ് രാജസ്ഥാൻ ഭാഗർ. ക്ലിയർ അല്ലേ പറഞ്ഞത്? യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി, അർദ്ധ മരുഭൂമി മേഖല അഥവാ രാജസ്ഥാൻ ഭാഗർ. ക്ലിയർ ആണ്. അപ്പോൾ ആരവല്ലിയുടെ പടിഞ്ഞാറ് ഭാഗത്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒഴുകുന്ന നദിയാണ് ലൂണി നദി ഇവിടുത്തെ പ്രധാനപ്പെട്ടത്. അതുപോലെ തടാകങ്ങളാണ് ആരൊക്കെ? സാമ്പർ, ദിദ്വാന, അതുപോലെ സർഗോൾ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി അടുത്തത് നമുക്ക് പഞ്ചാബ്, ഹരിയാന സമുദ്രം. അപ്പൊ ഒന്നുമില്ല, നമ്മളൊക്കെ രാജസ്ഥാൻ പഠിച്ചു. ഇനി പഞ്ചാബ് എവിടെയായിട്ടായിരിക്കും വരിക? രാജസ്ഥാൻ വരുന്നത് നമ്മുടെ ഇതിന്റെ പടിഞ്ഞാറ് അറ്റത്തായിട്ടാണ് രാജസ്ഥാൻ സമതലം വന്നത്. എന്നാൽ രാജസ്ഥാനിൽ നിന്ന് നമുക്ക് എങ്ങോട്ട് പോകുമ്പോഴാണ് ഇത് കാണാൻ സാധിക്കുന്നത്? നോക്കിക്കേ, രാജസ്ഥാൻ സമതലത്തിൽ നിന്ന് നമുക്ക് കിഴക്കോട്ടും അതുപോലെ വടക്ക് കിഴക്കോട്ടും യാത്ര ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് പഞ്ചാബ്, ഹരിയാന സമതലം കാണാൻ സാധിക്കുക. അപ്പൊ രാജസ്ഥാൻ സമതലത്തിൽ നിന്നും മുകളിലേക്ക്, അപ്പോൾ
നമ്മുടെ കിഴക്ക് ഈസ്റ്റ്, അതുപോലെ നോർത്ത് ഇത് സൗത്ത്. അപ്പോൾ രാജസ്ഥാൻ സമതലത്തിൽ നിന്നും കിഴക്കോട്ടും അല്ലെങ്കിൽ വടക്ക് കിഴക്കോട്ടും യാത്ര പോകുമ്പോഴാണ് നമുക്ക് പഞ്ചാബ് ഹരിയാന സമതലം കാണാൻ സാധിക്കുന്നത്. ഇതും നമ്മുടെ സമതലത്തിന്റെ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഭാഗം ചോദിക്കുകയാണെങ്കിൽ അത് പടിഞ്ഞാറ് ഭാഗമായിട്ട് തന്നെ വരും. പക്ഷെ രാജസ്ഥാന്റെ ആണ് നമ്മൾ പറഞ്ഞത് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്കോട്ട് പോകുമ്പോൾ എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഈ രാജസ്ഥാൻ സമതലം തീർച്ചയായിട്ടും എന്താണ്, അവിടെ കൃഷിയൊന്നും അത്ര അനുയോജ്യമൊന്നുമല്ല, അല്ലെങ്കിൽ അവിടെയുള്ള മണ്ണ് ഫലഭൂയിഷ്ടമല്ല. പക്ഷെ ഇങ്ങോട്ട് പോകുമ്പോൾ അതിന്റെ ടെക്സ്ചറൊക്കെ, ആ ഭൂപ്രകൃതിയിലുള്ള ടെക്സ്ചറൊക്കെ മാറാണ്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും, ക്രമേണ അതെന്ത് സംഭവിക്കുകയാണ്, അതിന്റെ ആ ഒരു ഫലഭൂയിഷ്ഠതയൊക്കെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിന്റെ കിഴക്കൻ അതിർത്തി നമുക്ക് ആര് പറയാം, ഇവിടെ ആരുണ്ട്, യമുനാ നദിയുണ്ട്. അപ്പൊ നമ്മുടെ പഞ്ചാബ് ഹരിയാനയുടെ കിഴക്കൻ അതിർത്തിയാണ് ആരെന്ന് പറയുന്നത്, യമുനാ നദി എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചാബ് ഹരിയാനയുടെ കിഴക്കൻ അതിർത്തിയാണ് യമുനാ നദി. അപ്പോൾ രാജസ്ഥാൻ സമതലം എവിടെ കിടക്കുന്നു, രാജസ്ഥാനിൽ നിന്ന് നമുക്ക് കിഴക്കോട്ടും അല്ലെങ്കിൽ വടക്ക് കിഴക്കോട്ടും പോകുമ്പോൾ പഞ്ചാബ് ഹരിയാന ക്രമേണ ഇവിടെ ഫലഭൂയിഷ്ഠമാവാൻ തുടങ്ങുന്നു. ഇതിന്റെ വടക്കൻ അതിർത്തി കിഴക്കൻ അതിർത്തി എന്ന് പറയുന്നത് യമുനാ നദിയാണ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് പറയാനുള്ളത് ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്നാണ് പറയാനുള്ളത്. അപ്പൊ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്, പഞ്ചാബ് ഹരിയാന സമതലം. തീർച്ചയായിട്ടും പഞ്ചാബും വരും ഹരിയാനയും വരും, ആരും കൂടെ വരും. ഇവിടെ ആരുണ്ട്, ഹിമാചലും കൂടെ ഉണ്ട്. അപ്പൊ ഹിമാചൽ പ്രദേശും കൂടെ ഇവിടുത്തെ സംസ്ഥാനത്തിൽ ഉൾക്കൊള്ളുന്നു. അപ്പോൾ നമ്മൾ രാജസ്ഥാൻ പറഞ്ഞപ്പോൾ രാജസ്ഥാനും അതുപോലെ ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ് വരണം. പഞ്ചാബ് ഹരിയാന സമതലം പറയുമ്പോൾ പഞ്ചാബ് ഹരിയാന പ്ലസ് ഹിമാചൽ പ്രദേശ് എന്ന സംസ്ഥാനം കൂടിയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ എന്നുള്ളത് നമ്മളിവിടെ പറയുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇവിടുത്തെ നദികൾ അല്ലെ. അപ്പൊ ഇതിന്റെ ചരിവ് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. ചരിവ് പടിഞ്ഞാറോട്ടാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അതെങ്ങനെ ഓർത്ത് വയ്ക്കുക, നമ്മുടെ സിന്ധു നദിയാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യണ്ടേ. അപ്പൊ സിന്ധു നദി എങ്ങോട്ടാണ് ഒഴുകുന്നത്, നമുക്കറിയാം അല്ലെ. സിന്ധു നദി ഇങ്ങോട്ടാണ് ഒഴുകുന്നത്, അതായത് പടിഞ്ഞാറോട്ടാണ് ഒഴുകിയിട്ട് അറബിക്കടലിലേക്ക് ചേരുന്നത്. അപ്പോൾ ഒരു നദി ഒഴുകണം എന്നുണ്ടെങ്കിൽ അതിന്റെ ചരിവ് എങ്ങോട്ടായിരിക്കും, അങ്ങോട്ട് തന്നെ ആയിരിക്കില്ലേ. നദി ഒരു ചരിവുള്ള ഭാഗത്തേക്കല്ലേ ഒഴുകുള്ളൂ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഈ നമ്മുടെ സമുദ്രത്തിന്റെ ചരിവ് എങ്ങോട്ടാണെന്ന് പറഞ്ഞു വെക്കാൻ പറ്റും, പടിഞ്ഞാറോട്ടാണ് ഇതിന്റെ ചരിവ് നിൽക്കുന്നത് എന്നുള്ളത് പറഞ്ഞു വെക്കാൻ പറ്റും. ഇനി നമുക്കിവിടെ കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല, പക്ഷെ എന്തറിഞ്ഞിരിക്കണം, കുറച്ച് ദോബുകളെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ദോബ് എന്ന് പറയുന്നത്, രണ്ട് നദികൾ ഒഴുകുന്നതിന്റെ ഇടയിലുള്ള കരപ്രദേശത്തെയാണ് നമ്മൾ ദോബുകൾ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് നദി, ഇപ്പൊ ഇത് നമ്മുടെ ഇപ്പോ ചിനാബാണെന്ന് വിചാരിക്കുക, ഇത് നമ്മുടെ രവി നദിയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന് രണ്ടിനും ഇടയിലായിട്ട് എന്ത് വരും, ഒരു കരപ്രദേശമുണ്ട്. ഈ പറയുന്ന കരപ്രദേശത്തെയാണ് നമ്മൾ ദോബ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 5 പ്രധാന ദോബുകളാണ് നമ്മൾ ഈ ഒരു മേഖലയിൽ പറയുന്നത്. ഏതൊക്കെയാണ്, ഒന്ന് സിന്ധ് സാഗർ ദോബ്, പിന്നെ ചാജ്. നമുക്കിത് ഈസി ആയിട്ട് പഠിക്കാമല്ലോ. ഈ പേര് കേട്ടിട്ട് ആരും ടെൻഷൻ ആവണ്ട. എന്താണ്, നമുക്ക് ഇത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്ന കാര്യമുള്ളൂ. അടുത്ത രചന ദോബ്, ഭാരി ദോബ്, ബിസ്ത് ദന്തർ. അപ്പോൾ സിന്ധ് സാഗർ, ചാജ്, രചന, ഭാരി, ബിസ്ത്. അപ്പൊ ഇനി നമ്മൾ ഒന്നും അറിയാനില്ല, ഇങ്ങോട്ട് നോക്കിയാൽ മാത്രം മതി. നോക്കിക്കേ, സിന്ധ് സാഗർ, അപ്പൊ അവിടെ ആരുണ്ട്, സിന്ധു ഉണ്ട്. സിന്ധുവും ചലവും ചിനാബും. അപ്പൊ സിന്ധു നദിക്കും ചലവും ചിനാബിനും ഇടയിലായി രൂപം കൊണ്ട ആ കരപ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിന്ധ് സാഗർ ദോബ് എന്ന് പറയുന്നത്. അപ്പോ ആരൊക്കെയാണ്, സിന്ധു, ജലം, ചിനാബ്. ആരാണ്, സിന്ധ് സാഗർ ദോബ്. ഇനി നമുക്ക് ആർക്കൊക്കെ ഇടയിലായിട്ടാ ചാജ് വരിക, ചാജ്. അപ്പൊ ചലം, ചിനാബ്, ചിനാബിന്റെ ജലത്തിന്റെ എടുക്കുകയാണെങ്കിൽ ചാജ്. അപ്പൊ ചലം, ചിനാബിന്റെ ഇടയിലായിട്ട് വരുന്നതാണ് ആര്, നമ്മുടെ ചാജ് എന്ന് പറയുന്നത്, ചാജ്. ഇനി നമുക്ക് രചന. അപ്പോ എന്ന് പറയുന്നത് രവിക്കും അതുപോലെ ചിനാബ്, രവിക്കും ചിനാബിനും ഇടയിലായിട്ട് വന്നതാണ് രചന. ഇനി ഭാരി എന്ന് പറയുമ്പോൾ പറഞ്ഞോ,
ആർക്കൊക്കെ ഇടയിലായിരിക്കും? ബാരി, ബിയാസും രവിക്കുമാണ്. ശരിക്കും നമ്മൾ പറയുമ്പോൾ ഒരു സത്ലജിന്റെ ഭാഗമായിട്ട് വരും, പക്ഷെ ബിയാസിനും രവിക്കും ഇടയിലായിട്ടാണ് ബാരി. ബാരി സത്ലജ് നദി തന്നെ വരും, പക്ഷെ ബിയാസും നമ്മൾ രവിയും കൂടെയാണ് ഭാരി പറയുക. അപ്പൊ ബാരി, ഭാരി. പിന്നെ ബിസ്ത് പറഞ്ഞോ, ബിസ്ത് ഒന്ന് മനസ്സിൽ തന്നെ സങ്കല്പിച്ച് നോക്കൂ. ബിസ്ത്, ബ എന്താണ്? ബിയാസ് ആണ്. സ്ത് എന്താണ്? സത്ലജ് ആണ്. അപ്പോൾ ബിയാസ് നദിക്കും സത്ലജിനും ഇടയിലുള്ള കരഭാഗത്തിന് അല്ലെങ്കിൽ ആ ധോബിനെയാണ് നമ്മൾ ബിസ്ത് ജലന്ധർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് ബിസ്ത് ജലന്ധർ ധോബ് എന്താണ്? ബിയാസിനും സത്ലജിനും, ബിസ്ത് ബിയാസിനും സത്ലജിനും ഇടയിലായിട്ട് കാണുന്ന ആ കരപ്രദേശമാണ് ബിസ്ത് ജലന്ധർ ധോബ് എന്ന് പറയുന്നത്. ബാരി ആർക്കൊക്കെയാണ്? ബിയാസിനും രവിക്കും ഇടയിലായിട്ട്. സത്ലജിന്റെ പോട്ടെ, ബിയാസിനും രവിക്കും ഇടയിലായിട്ടാണ് ബാരി. ഇനി രചന, ചിനാബ്, രവി, രചന. ചാജ്, ഛലം, ചിനാബ്, ചാജ്, ഛലം, ചിനാബ്, ചാജ്. സിന്ധ് സാഗർ, സിന്ധുവിനും ഛലത്തിനും ചിനാബിനും ഇടയിലായിട്ട് രൂപം കൊണ്ടതാണ് സിന്ധ് സാഗർ ധോബ്. അപ്പൊ അതാണ് നമ്മുടെ പ്രധാന ധോബുകളായിട്ട് നമ്മൾ എവിടെ പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ പഞ്ചാബ് ഹരിയാന സമുദ്രത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പൊ പഠിച്ചു വന്നത് സമുദ്രങ്ങളെ നമ്മൾ 4ആയിട്ട് തിരിച്ചു. രാജസ്ഥാൻ സമുദ്രം, അതുപോലെ പഞ്ചാബ് സമുദ്രം, ഗംഗാ സമുദ്രം, ബ്രഹ്മപുത്ര സമുദ്രം. അതിൽ രാജസ്ഥാൻ സമുദ്രം എന്ന് പറയുന്നത് ഉത്തര സമുദ്രത്തിന്റെ ഏറ്റവും പടിഞ്ഞാറ് അറ്റമായിട്ട് വരും. അതിനെ നമ്മൾ 2ആയിട്ട് തിരിച്ചു. അർദ്ധ മരുഭൂമി മേഖല അല്ലെങ്കിൽ യഥാർത്ഥ മരുഭൂമി മേഖല എന്ന് നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആരവല്ലി അതാണ്ട് പടിഞ്ഞാറ് അറ്റം, പടിഞ്ഞാറ് അറ്റം അല്ല, ആരവല്ലിക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് വടക്ക് കിഴക്കോട്ട് പോകുമ്പോഴാണ് പഞ്ചാബ് ഹരിയാന പറയുന്നത്. പഞ്ചാബ് ഹരിയാന എന്ന് പറയുമ്പോൾ അതിന്റെ ചരിവ് എന്ന് പറയുന്നത് പടിഞ്ഞാറോട്ടാണ്. അത് സിന്ധു നദിയുടെ ഒഴുക്ക് നമ്മൾ കൺസിഡർ ചെയ്യുക. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് ഇത് വ്യാപിച്ചു കിടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇത് ക്രമേണ കുറച്ചും കൂടെ ഫലഭൂഷ്ടമാണ്. അതുപോലെ ഇവിടുത്തെ പ്രധാന ഇതായിട്ട് നമ്മൾ പറഞ്ഞ ധോബുകളാണ്. അതിൽ സിന്ധ് സാഗർ, സിന്ധ്, ഛലം, ചിനാബ്. ഇനി ചാജ്, ചിനാബ്, ഛലം. രചന എന്ന് പറയുന്നത് നമ്മുടെ രവിക്കും ചിനാബിനും. ബാരി, ബിയാസ്, രവി. അതിൽ സത്ലജ് ആണ്, അത് മൈൻഡിൽ വെക്കാം. പിന്നെ ബിസ്ത്, ബിയാസ്, സത്ലജ്. ഇത്രയുമാണ് നമ്മൾ സമുദ്രത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഭാഗം വന്നിട്ട് താർ മരുഭൂമിയുടെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണോ? അപ്പോൾ ഈ പഞ്ചാബ് ഹരിയാനയുടെ കിഴക്കൻ അതിർത്തി ആരാന്ന് പറഞ്ഞു? യമുന നദിയാണ്. അത് ഓർത്ത് വെക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിൽ മാപ്പ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതിന്റെ കിഴക്കൻ അതിർത്തിയിൽ ആര് വരും? യമുന നദി വരും. അപ്പൊ ഇത്രയും ഭാഗമാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി നമുക്ക് 2 സമുദ്രങ്ങളും കൂടെ ബാക്കിയുണ്ട്. ആരൊക്കെയാണ്? ഗംഗാ സമുദ്രമുണ്ട്, ബ്രഹ്മപുത്ര സമുദ്രമുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പം ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. ബൈ.